നമ്മളിപ്പോ വീട്ടിലേക്കാ പോകുന്നത്. ഡോണ്ട് ഫോർഗോട്ട് ദാറ്റ് ഐ സെഡ്. അവർക്ക് മുന്നിൽ നമ്മൾ പെർഫെക്റ്റ് കപ്പിൾ ആയിരിക്കണം. ആൻഡ് നെയിം എന്തായിരുന്നു? ഇഷ്വിക മേനോൻ. നിങ്ങളുടെ പേര് ഞാൻ എന്താ വിളിക്കണ്ടേ? ഐ ആം തേജ് അവിത് മഹേന്ദ്ര. തേജ് അവിത് മഹേന്ദ്ര. എന്ത് വലിയ പേരാ. എന്റെ ദേവിയെ, ഇതെന്താ കൊട്ടാരോ? ഇതിൽ എന്റെ വീട് പോലത്തെ 4 വീട് കൊള്ളുമല്ലോ. ഇറങ്ങുന്നില്ലേ? ആ, കം. പപ്പ, ഇത് തേജ് വന്ന്. അങ്കിൾ സായി, ദിസ് ഇസ് മൈ വൈഫ് ഇഷ്വിക തേജ് അവിത് മഹേന്ദ്ര. ഇതൊക്കെ എപ്പോ? വാ മോളെ, അകത്തേക്ക് കയറ്. ഇവിടെ പെണ്ണുങ്ങളാരുമില്ല നിലവിളക്കൊക്കെ തന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ. ഹായ്, ഞാൻ സായി അദ്വൈത് ദേവ്. എന്നെ സായി എന്ന് വിളിച്ചാൽ മതി. ദേവാണവൻ. ഇവൻ എന്താണ് ഈ കൊച്ചിനെ വിളിച്ചോട് പോകാതെ പോയത്? നീ ആ റൂമിലേക്ക് ഒന്ന് ആക്കി കൊടുക്ക്. വാ പെങ്ങളെ. എന്നാലും ഇതെങ്ങനെ ഒപ്പിച്ച്? അവൻ ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല. സർപ്രൈസ് ആയിരുന്നു. നിങ്ങൾ ലവ് ചെയ്തതാണോ? എന്തേലൊക്കെ ഒന്ന് പറയുങ്ങളെ. ഇതാണ് അവന്റെ റൂം. ഒന്ന് നോക്ക് ചെയ്തിട്ട് കേറിക്കോ. നോക്ക് ചെയ്യാതെ കയറുന്ന അവന് ഇഷ്ടല്ല, അതുകൊണ്ടാ. ഓ ഡാമിൻ, ഞാൻ എന്ത് പണിയായി ചെയ്തേ. അവൾ അവിടെ ഇട്ടോണ്ട് പോന്നു. എന്ത് വലിപ്പമാ ഇതിനുള്ളിൽ. ഇല്ലേ, എവിടെ പോയി? ഡ്രസ് ഇടാതെ വന്ന് നിൽക്കോ? അയാളുടെ റൂമല്ലേ, അയാൾ എങ്ങനെ നിൽക്കണമെന്ന് അയാളല്ലേ തീരുമാനിക്കുന്നത്. അതെ, എനിക്ക് ഡ്രസ് വാർഡ്രോബിലുണ്ട്. ഈശ്വര, എന്തോരം ഡ്രസ്സുകളാ. ഇതെന്താ മാള് വല്ലോ ആണോ? അയ്യേ, ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഞാൻ ഇടാറില്ല. പിന്നെ എങ്ങനെയുള്ള ഡ്രസ്സാ വേണ്ടേ? എനിക്ക് സാരി, ചുരിദാർ, ധാവണി ഇതൊക്കെയാ ഇഷ്ടം. ഓക്കെ, അതൊക്കെ വാങ്ങി റീപ്ലേസ് ചെയ്യാം. ഇപ്പോ ഏതെങ്കിലും എടുത്തിടാൻ നോക്ക്. എവിടെ പോയി? ഇവിടെ നിന്ന് കാണാനില്ലല്ലോ. എനിക്കാണ് ബോറടിച്ചിട്ടും വയ്യ. ഇവിടെ പെണ്ണുങ്ങളാരും ഇല്ലേ? ആരെയും ഞാൻ കണ്ടില്ലല്ലോ. ബാൽക്കണി പോയിരുന്നാലോ? എന്റെ ലൈഫിൽ എന്തൊക്കെയാ ഈശ്വരായി നടക്കുന്നേ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റൊക്കെയാ. ഇതിപ്പോ ഒരു മാരേജ് വരെ എത്തി. എനിക്കാണെ അയാളെ കുറിച്ച് ഒന്നും അറിയില്ല. പേരാണെ വായി കിട്ടാത്തൊരു പേരും. ഇയാൾ എങ്ങനത്തെ സ്വഭാവക്കാരനാണെന്ന് ആർക്കറിയാം. എന്ത് തന്നെയായാലും എല്ലാം ഞാൻ സഹിച്ചേ പറ്റൂ. ഹലോ, എന്താ ഇവിടെ തനിച്ചിരിക്കുന്നേ? ഏഹ്, ഒന്നുമില്ല, ഞാൻ ചുമ്മാ. തനിക്ക് എത്ര വയസ്സുണ്ടോ? അടുത്ത മാസം 20 ആവും. ഓ, ചെറിയ കുട്ടിയാണല്ലേ. 20 വയസ്സാകാൻ പോകുന്ന കുട്ടി 35 വയസ്സായ ചെക്ക്. എന്നിട്ട് പറഞ്ഞില്ല നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? ഒന്ന് വിചാരിക്കല്ലേ, അവനൊരു കാര്യം പറഞ്ഞില്ല, അതുകൊണ്ടാ ചോദിച്ചേ. എന്നോട് ചിലതൊക്കെ ഷെയർ ചെയ്യുന്നതാണ്, പക്ഷെ ഈ കാര്യം എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല. പറ, നിങ്ങൾ എത്ര വർഷമായിട്ട് റിലേഷനിലാണ്? ഇവർ രണ്ടുപേരും എന്താ ഈ പറയുന്നേ? ഇവരൊക്കെ എന്ത് പറ്റി? നിന്റെ ഹസ്ബൻഡാ? ഹലോ, നീ ഇങ്ങോട്ട് വന്നേ. എവിടെയാടാ?
ഓഫീസ് റൂം. ആ ഇതായിരുന്നു. എന്നാലേ ഞാൻ അങ്ങോട്ട് പോട്ടെ, എന്നെ വിളിക്കുന്നുണ്ട്. അല്ല, അവരെ അവിടെ ഒന്നും കണ്ടില്ലായിരുന്നല്ലോ. അവൻ ഓഫീസ് റൂമിലാ. അവന് ചുമ്മാ ഇരിക്കുന്ന പരിപാടിയില്ല, എന്തേലൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. ആ എണീച്ച് പോലെ മോളെ, നല്ല മഞ്ഞ, വെറുതെ മഞ്ഞ് കൊണ്ട് അസുഖം വരുത്തണ്ട. ഉം. എന്താടാ കാണാനുണ്ടെന്ന് പറഞ്ഞേ? എനിക്ക് നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. എന്തിന്? എടാ എന്തൊക്കെയാ അവിടെ ഇവിടെ നടക്കുന്നേ? വാട്ട്? ഏയ് കല്യാണമേ വേണമെന്ന് പറഞ്ഞു ഒരുത്തൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു പെൺകൊച്ചിനെയും കൊണ്ട് വന്ന് കല്യാണം കഴിച്ചെന്ന് പറയുമ്പോ അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നിന്റെ ബുദ്ധിമുട്ട് മാറ്റാനാ ഞാനിപ്പോ വിളിച്ചേ. അതിനെ കുറിച്ച് സംസാരിക്കാനാ വിളിച്ചതെന്ന്. ആ ലവ് ആയിരുന്നോ? പറയണ ലവ് സ്റ്റോറി പറയടാ. ഡാ നീ തോക്കിനിടയ്ക്ക് ഒരു വീഡിയോ കല്ലിടാ, ഞാൻ പറയട്ടെ. ഇതൊരു കോൺട്രാക്ട് മാരേജ് ആയിരുന്നു. വാട്ട്? യാ, എനിക്ക് സ്പിയറക്സ് മഹേന്ദ്ര വേണമായിരുന്നു. അപ്പൊ നിന്റെ തന്ത ഒരു കണ്ടീഷൻ വെച്ചു, കല്യാണം കഴിച്ചാൽ അത് തരൂന്ന്. പിന്നെ എനിക്ക് അവിടെ വേറെ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു. ഇത് ജസ്റ്റ് എ പേപ്പർ മാരേജ്, ജസ്റ്റ് ഒരു സൈനിന്റെ മേലുള്ള ബന്ധം. തേജ്, ഇത് ശരിയല്ല തേജ്. ഒരു കൊച്ചിന്റെ ലൈഫ് വെച്ചാണോ നീ ഇങ്ങനെ? സായി, അവൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിനക്കെന്താ? അവൾക്ക് പ്രശ്നമില്ലെന്ന് നീ അങ്ങനെ തീരുമാനിച്ചാൽ മതിയോ? ആ കുട്ടിയുടെ ഫേസ് കണ്ടാലേ അറിയാം, അത് ആകെ പ്രശ്നത്തിലാ. നീ എന്തിനാ ഫേസ് നോക്കാൻ പോയേ? അതുകൊണ്ടല്ലേ കണ്ടേ. എന്നാൽ ഈ കുട്ടി എന്തിനു വേണ്ടിട്ട് അത് സമ്മതിച്ചേ? അവളുടെ അച്ഛൻ ഹോസ്പിറ്റലിലാ, പെട്ടെന്ന് സർജറി വേണം, അതിന് പണമില്ല. ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തു, അവൾ എന്നെ ഹെൽപ്പ് ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. എടാ തേജ്, നീ ഇത്രയും വൃത്തികെട്ടാനാണെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? എങ്കിപ്പോ എടാ ഇത് ശരിയല്ല. ആ കുട്ടിയുടെ പാവാടാ. എടാ അത് കൊച്ചു കുട്ടിയാടാ, അതിന് 20 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. അതിന്റെ ഭാവിയൊക്കെ. സായി, മൈൻഡ് യുവർ ബിസിനസ്, പ്ലീസ് ഗെറ്റ് ഔട്ട്. ഓക്കെ, താങ്ക് യു. മോള് ഇവിടെ നിൽക്കുകയാണോ? എന്താ പോവാണോ? ആ ചെറുതായിട്ടൊന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു നിന്റെ ഹസ്ബൻഡ്. യാ, അവന് ടൈം കിട്ടുമ്പോ എന്നെ പിടിച്ചാട്ടാറുണ്ട്. പിന്നെ ദൈവം സഹായിച്ച് അതിനവന് നല്ലോണം ടൈം കിട്ടാറുണ്ട്. അത് പറയുമ്പോ അവനും കേൾക്കുമ്പോ എനിക്കും വല്ലാത്തൊരു സുഖ. ആ പിള്ളേരല്ലേ, പല ആഗ്രഹങ്ങളും കാണുമല്ലോ. അതൊക്കെ നമ്മുടെ മുതിർന്ന ആൾക്കാർ വേണ്ടി സാധിപ്പിച്ചു കൊടുക്കാൻ. ഞാൻ തെറ്റ് ചെയ്തോ? ഏയ്, ഞാൻ അവളെ കമ്പൽ ചെയ്തിട്ടൊന്നുമല്ലല്ലോ സമ്മതിപ്പിച്ച്. അവൾക്ക് പണത്തിന് ആവശ്യം ഉണ്ടായിരുന്നു, അപ്പൊ അവള് സമ്മതിച്ചു, ദാറ്റ്സ് ഇറ്റ്. കാം മോളെ, വാ ആഹാരം കഴിക്കാം. നീയും വാ. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, ചെറിയമ്മ, അനിയത്തി. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛനൊന്നും ചെയ്യുന്നില്ല, അച്ഛന് വയ്യ ജോലിയൊന്നും എടുക്കാൻ. അച്ഛനിപ്പോ സർജറി വേണം, അതിന് പൈസക്കാ ഞാൻ. ഇഷ്വിക, സ്റ്റോപ്പ് ഇറ്റ്. എന്താ മോളുടെ അച്ഛനെന്ത് പറ്റി? അച്ഛന് ഹാർട്ടറി ബ്ലോക്കാ. ഹലോ, എന്താ ഇവിടെ നിലാവ് നോക്കിയിരിക്കുക? എന്താടോ, തനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഹേയ്, ഒന്നുമില്ല ഏട്ടാ. ആഹാ, എന്നെ ഏട്ടനായിട്ട് അങ്ങ് എടുത്തോ? എനിക്കിഷ്ടായി ഈ പെങ്ങളെ. എന്തേലും ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട കേട്ടോ, സ്വന്തം ഏട്ടനായിട്ട് വന്നാൽ മതി. എനിക്കാണെങ്കിൽ ഒരു അനിയത്തിയും ഇല്ല, നിനക്കൊരു ഏട്ടനും ഇല്ല. അപ്പൊ നമുക്ക് ഏട്ടനും അനിയത്തിയൊക്കെ ആയിട്ട് അങ്ങ് ജീവിക്കാന്നേ. അപ്പൊ അങ്ങനെ ഹാപ്പി അല്ലേ? ഒന്ന് ചിരിക്കണ്ടേ പെങ്ങളെ?
ഇവർ രണ്ടുപേരും എന്താ അവിടെ ചെയ്യുന്നേ? ഫേസ് കണ്ടിട്ട് നന്നായിട്ട് പാട്ട് പാടും തോന്നുന്നു. ഇല്ല, എനിക്ക് പാടാനൊന്നും അറിയില്ല. ഓ, അപ്പൊ എനിക്ക് തോന്നിയതാവും. അല്ല, എന്നെ കണ്ടിട്ട് പാട്ട് പാടും തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ പാടും. ആണോ? പിന്നല്ലാണ്ട് സ്റ്റേറ്റ് ലെവലിലൊക്കെ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. ആണോ? എന്നാ ഒരു പാട്ട് പാടി തരുമോ? ഓ, ഇതെന്ത് ചോദ്യാ മോളെ, ഞാനല്ലാണ്ട് പിന്നെ ആര്? കേട്ടോടെ. അയ്യോ, എന്ത് പറ്റി? ഹേയ്, പാട്ടാ? ഹേയ് സുഭാഷ്, സുഭാഷ്. തളികേ? ലതിക. എങ്കിൽ ലതിക. ആ പാട്ടിനെ നമുക്കൊന്നല്ലേ? നല്ല പാട്ടായിരുന്നു. താങ്ക് യു. അയ്യോ, ഏട്ടൻ പാടിയതല്ല, ഒറിജിനൽ സോങ് നല്ലതായിരുന്നു. ഇപ്പൊ അതിനെ മൃഗീയമായി കൊന്നില്ലേ? ആക്ച്വലി ഞാനൊരു കോമഡിയാണ് ഉദ്ദേശിച്ചത്. അത് കിട്ടിയില്ലേ? കിട്ടി. ഇവർക്ക് എന്താ ഇത്ര അധികം സംസാരിക്കാനുള്ളത്? ഒരുപാട് സമയമായല്ലോ തുടങ്ങിയിട്ട്. വേണമെങ്കിൽ ഞാൻ ഒരു പാട്ടുകൂടെ പാടി ചിരിപ്പിക്കാം. അയ്യോ, വേണ്ടേ. അങ്ങനെ പറഞ്ഞൂടാ, ഞാൻ പാടും. ഒടുനക്കില വെച്ചൊരു തവള ഏം പവടവള്ളിയെ കട്ടിക്കവ ഏം പവടവള്ളിയെ കട്ടിക്കവ ഏം പവടവള്ളിയെ കട്ടിക്ക നെഞ്ച കിഞ്ചനമാന തട്ടിക്കിട്ടെന്ന് വാസുമുല്ലയും വെച്ചിക്കവ വാസുമുല്ലയും വെച്ചിക്കവ അടിയേ റാണി. എവിടെ പാവാടയുടെ വള്ളി? ഞാൻ കെട്ടിത്തരാം. ഒറിജിനൽ സോങ്ങിനെക്കാളും ഏട്ടന്റെ ലിറിക്സാ നല്ലത്. അതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് പാവാട വള്ളിയാ. മോളെ, സമയം ഒരുപാടായി, ചെന്ന് കടന്നു. എന്താ പറ്റി? ഫേസ് എന്താ പെട്ടെന്ന് ഡ്രള്ളായേ? ഒന്നുമില്ല. എങ്കിൽ ശരി, ഗുഡ് നൈറ്റ്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. കുക്കു കുക്കു തല വെട്ടി കുക്കു കുക്കു കമ്പിളി പൂച്ചി കൊക്കാച്ചി. നീ എന്താ ഇവിടെ എന്റെ റൂമിനെ കാവലിക്കുന്നേ? ഉറക്കമൊന്നുമില്ലേ? യു ഡോണ്ട് ബോദർ അബൌട്ട് മൈ സ്ലീപ്പ്. നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ആ, എന്റെ ഉറക്കത്തെ കുറിച്ച് നീയും ബോധമിടാവണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ഇവിടെ നിന്ന് ക്രോശം കൊള്ളാതെ റൂമിൽ ചെന്ന് കിടന്ന് ഉറങ്ങന്നേ. ടൈം ഒരുപാടായി. ആ, മോള് എണീട്ടോ ഇത്രയും നേരത്തെ? എനിക്കിതാ ശീലം. ആ, പിന്നെ മോളെ, നീ ഇവിടുത്തെ ഗസ്റ്റ് അല്ല, ഇവിടുത്തെ ഒരു മെമ്പറാ. പറഞ്ഞത് മനസ്സിലായോ? ഇവിടുത്തെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതിപ്പോ ഞാൻ കുടിക്കുക. മോള് സന്തോഷത്തോടു കൂടെ ഇട്ടാന്നല്ലേ, ഞാനത് സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുന്നു. മനസ്സിലായല്ലോ അല്ലേ? പിന്നെ ഞാനൊന്ന് ജോഗിങ്ങിന് പോയിട്ട് വരാം, അതൊരു ശീലാണേ. ഓ, ചത്തേനിപ്പം. ഹേ, ഹലോ മിസ്സസ് തേജ വ്യുക്ത്. കോഫി. താങ്ക്സ്. നടക്കാൻ പോരുന്നോ? എന്തോന്ന്? ജോഗിങ്ങിന് പോരുന്നോന്ന്? ഇല്ല. ഓക്കെ, എന്നാ ഞാനങ്ങോട്ട്.
എന്താ? കോഫി. അത് മനസ്സിലായി. ഇതെന്തിനാ ഇപ്പോ? സാധാരണ കോഫി കുളിക്കാനാണല്ലോ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ എന്ത് ചോദിക്കുന്നത്? ഞാൻ ചോദിച്ചേ കേട്ടില്ലേ? കുടിക്കാൻ. ഞാൻ പറഞ്ഞു നിന്നോട് എനിക്ക് കോഫി വേണമെന്ന്. ഇല്ല. ദെൻ ഇതും കൊണ്ടല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കുന്നേ? അത് കോഫി. നിങ്ങള് കോഫി കുടിക്കില്ലെന്ന് ഞാൻ അറിഞ്ഞില്ല. വെയിറ്റ്, ഐ വാണ്ട് എ ഗ്രീൻ ടീ. അതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കാന്ന് എനിക്ക് അറിയില്ല. അതെ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്താ ചെയ്യണ്ടേ?